മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ വിദേശ സന്ദർശനത്തിനൊക്കെ പോവുകയാണ്. മുഖ്യമന്ത്രി ബമ്പർ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി നേരെ ഖത്തറിലേക്ക് എത്തി. അതെ, ഇപ്പൊ അദ്ദേഹം ഖത്തറിലാണുള്ളത്. അവിടുത്തെ പരിപാടി ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസി സംഘടനാ നേതാക്കളൊക്കെ മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് പ്രവാസി വ്യാപാര വാണിജ്യ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. വൈകിട്ട് 6-ന് മലയാളോത്സവം പൊതുപരിപാടി ഉദ്ഘാടനം. യെസ്, മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, എന്തൊക്കെയാണെന്ന് അപ്പോൾ മുഖ്യമന്ത്രിയുടെ അവിടുത്തെ പരിപാടികൾ? അദ്ദേഹത്തിന് മികച്ച ഒരു സ്വീകരണമൊക്കെ നൽകി എന്നറിയുന്നു. മറ്റു പരിപാടികൾ എന്തൊക്കെ വിശദാംശങ്ങൾ? സൈഫു, ജിൽസി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് മുഖ്യമന്ത്രി ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുലും അതുപോലെ സംഘാടക സമിതി ചെയർമാൻ CB റപ്പായി, ജനറൽ കൺവീനർ EM സുധീർ അടക്കമുള്ള പ്രവാസി നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹം കുറച്ചു നേരം വിശ്രമത്തിന് ശേഷം 11:30 11:30 മണി മുതൽ 1 മണി വരെ ഹോട്ടൽ ഷെറാട്ടനിൽ വെച്ച് പ്രവാസി വാണിജ്യ വ്യാപാര പ്രമുഖരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് പ്രധാനപ്പെട്ട പരിപാടി ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്നതാണ്. അബു ഹമൂറിലെ ഐഡിയൻ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന മലയാളോത്സവം പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വലിയ ഒരുക്കങ്ങളാണ് മലയാളോത്സവം പരിപാടിക്കായി സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 5000-ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് വാഹന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ വേണ്ടി വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഖത്തറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിൻ്റെ മണ്ണിലെത്തുന്നത്. ആ അർത്ഥത്തിൽ അതിനെ വലിയ വരവേൽപ്പോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസികൾ. ജിൽസി. യെസ്, മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിമിന്റെ വിദേശ സന്ദർശനം, ഗൾഫ് രാഷ്ട്രങ്ങളുടെ സന്ദർശനം തുടരുകയാണ്. ഒമാനിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെയാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടതും അദ്ദേഹം ഒരുവിധം PMC ഒക്കെ വമ്പൻ പ്രഖ്യാപനമൊക്കെ നടത്തി നേരെ അങ്ങ് പോയി, നേരെ ഖത്തറിലേക്ക് പോയി. ശരി, അപ്പോൾ 12 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇതിനു മുമ്പ് പോയത്. ആദ്യ പിണറായി സർക്കാരിൽ അദ്ദേഹം പോയിട്ടുണ്ട്.